ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ കുറേ ദിവസമായിട്ടാ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമുക്കപ്പോൾ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇതിലിപ്പോൾ ഏതാ യൂസ് ചെയ്യുക? നമുക്ക് തൽക്കാലേ ഈ കാണുന്ന ഡംബിൾസ് യൂസ് ചെയ്യാം. ഇതൊക്കെ മേടിച്ചതിന് ശേഷം യൂസ് ചെയ്തിട്ടില്ലേ? ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണല്ലോ. ഇത് പോലീസല്ലേ? ഹലോ സാറേ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ഫ്രാങ്ക്ലിനെ, അത് പിന്നെ നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരണം. സ്റ്റേഷനിലേക്കാ? സാറേ, ഞാനിതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്കറിയാം, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ ഇതല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ, ബാക്കി കാര്യം അവിടെ വെച്ച് പറയാം. ആണോ? എന്നാ ശരി, ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ പോലീസിനെ വിളിച്ചേക്കാൻ കേട്ടാ. എന്നോട് അത്യാവശ്യമായിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. എന്തിനിപ്പോൾ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞേന്ന് അതെനിക്കറിയില്ല ഏട്ടാ. എന്തോ പ്രശ്നമുണ്ടെന്നാ പറഞ്ഞേ. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈക്ക് എടുത്തിട്ടേ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ പക്ഷേ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ. ഈ അടുത്തായിട്ട് ഞാൻ ഒരു ഉടായ്പ പരിപാടിയും കാണിച്ചിട്ടില്ല. പോലീസുകാർ പിന്നെ അറസ്റ്റ് ചെയ്യാൻ പോണില്ല, അത് ഉറപ്പാ. പോലീസ് സ്റ്റേഷൻ പിന്നെ അവിടെ അടുത്താ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഏതായാലും സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ആ സാറ് പിന്നെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഹലോ സാറേ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? എന്താ കാര്യം? എടാ ഫ്രാങ്ക്ലിന്, നീ വന്നാ? അതെ, നമ്മുടെ സിറ്റിയിലെ ഒരു മോൺസ്റ്റർ വന്നേക്കാ. നമ്മൾ പക്ഷെ അതിനെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ ജയിലിൽ കൊണ്ടുപോയിട്ടു. ഈ മോൺസ്റ്റർ പക്ഷേ ഭയങ്കര പെശകാണ്. ഇതിനെ എന്താ ചെയ്യണ്ടേന്ന് ഞാൻ ആലോചിക്കണ്. അയ് ശരി, അതാണോ? ഇതിനെന്തൊട്ട് ചെയ്യണ്ടേ? നമുക്കിതിനങ്ങ് തീർത്തളയാം. അതിനെ കൊല്ലാൻ പാടില്ല. കൊന്നു കഴിഞ്ഞാലേ നീ നേരെ ജയിലിൽ പോവും. ഇത് പിന്നെ ഗവൺമെന്റിന്റെ ഓർഡറാ. ഗവൺമെന്റ് പറഞ്ഞേ അതിനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന്. ബെസ്റ്റ്. ഇതിനൊക്കെ വെറുതെ വിട്ടാ എന്തായിരിക്കും അവസ്ഥ? ഈ സിറ്റിയിൽ ഒരാളും ബാക്കിയുണ്ടാവില്ല, എല്ലാത്തിനും ഇത് കടിച്ചു തിന്നും. അതിനെങ്ങ് നമുക്ക് കൊന്നുകളയാം. വേണ്ട ഫ്രാങ്ക്ലിനെ, അതിനെ കൊന്നു കഴിഞ്ഞാൽ പണിപ്പാളും. നീ നേരെ ജയിലിൽ പോവും, എൻ്റെ പണിയും പോവും. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, ഈ മോൺസ്റ്ററിനില്ലേ ഒരു ട്രക്കിൽ കയറ്റ്, എന്നിട്ട് നേരെ ജുറാസിക് പാർക്കിൽ കൊണ്ടുപോ. അവിടെ കൊണ്ട് ഇട്ടാൽ മതി. സാറേ, സാറിൻ്റെ ഐഡിയ കൊള്ളാം, പക്ഷെ ഇത് ഇച്ചിരി റിസ്ക്കാ. ആ മോൺസ്റ്ററിനിപ്പോൾ പുറത്തിറക്കിയാലേ പണിപ്പാളും. ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യം നമ്മളെ കടിച്ചു തിന്നും, പിന്നെ സിറ്റിയിൽ ബാക്കിയുള്ളവരെയും കടിച്ചു തിന്നും. സാറേ, ഞാൻ പറയണെങ്കിൽ അതിനെ കൊല്ലാം. വേണ്ട ഫ്രാങ്ക്ലിനെ, അതിനെ കൊല്ലണ്ട. ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. നീ ആദ്യം ഒരു ട്രക്ക് കൊണ്ടുപോവാ. ഈ മോൺസ്റ്ററിനെ നമ്മൾ ആ ട്രക്കിൽ കയറ്റാം, എന്നിട്ട് നേരെ ജുറാസിക് പാർക്കിൽ കൊണ്ടുപോവാം. അവിടെ കൊണ്ടുപോയിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്യാം. ആണോ? എന്നാ ശരി, സാറ് പറയണ പോലെ ചെയ്യാം. ഗൈസ്, അത് കണ്ടില്ലേ? ആ ജയിലിൻ്റെ ഉള്ളിലേ ഒരു മോൺസ്റ്റർ ഉണ്ട്. ആ മോൺസ്റ്ററിനെ അവിടെ നിന്ന് കൊണ്ടുപോകണം. അതിനായിട്ട് നമുക്കേ ഒരു ട്രക്ക് വേണം. ട്രക്ക് പിന്നെ ഇവിടെ നിന്ന് കിട്ടും ട്ടാ. ഇത് പിന്നെ സോമൻ്റെ ഫാക്ടറിയാ. ഇവിടെ നിന്ന് നമുക്ക് ട്രക്കൊക്കെ കിട്ടും. ഇവിടെ ട്രക്കില്ലേ? ഈ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് ട്ടാ. ചിലപ്പോൾ അത് അപ്പുറത്തെ സൈഡിലുണ്ടാവും. നമുക്ക് അപ്പുറത്ത് പോയിട്ട് നോക്കി നോക്കാം. ഇവിടെ ട്രക്ക് ഇരിക്കുന്നുണ്ട്, 3 എണ്ണം ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ട്രക്ക് എടുക്കാം. ഇത് പിന്നെ കണ്ടെയ്നറാണേ, അതുകൊണ്ട് കുഴപ്പമില്ല. മോൺസ്റ്ററിനെ അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും, എന്നിട്ട് നേരെ ജുറാസിക് പാർക്കിൽ കൊണ്ടുപോവാം. നിങ്ങൾ പിന്നെ കണ്ടില്ലേ, ആ മോൺസ്റ്റർ ഭയങ്കര പെശകാ. അതിനെ പുറത്തിറക്കിയ പണിപ്പാളും. ഈ സിറ്റിയിൽ ഒരാളും ബാക്കിയുണ്ടാവില്ല, എല്ലാത്തിനും അത് കടിച്ചു തിന്നേ. പക്ഷെ എന്താ ചെയ്യാ? ഇത് ഗവൺമെന്റിന്റെ ഓർഡറാ. നമുക്ക് ആ മോൺസ്റ്ററിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊല്ലാൻ പാടില്ല എന്നാ ഗവൺമെന്റ് പറയണേ. നല്ല നിയമം. പറഞ്ഞിട്ട് കാര്യമില്ല. തൽക്കാലം ആ സാറ് പറഞ്ഞ പോലെ ചെയ്യാം. ആ മോൺസ്റ്ററിനെയും കൊണ്ടേ നേരെ ജുറാസിക് പാർക്കിൽ പോവാം. ഓക്കെ, നമ്മളിവിടെ വീണ്ടും സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ഹലോ സാറേ, ഞാൻ ദേ ട്രക്കും കൊണ്ടുവന്നു. ഇനി ആ മോൺസ്റ്ററിനെ ഇതിൻ്റെ ഉള്ളിലിടാം. സാറും കൂടി വന്ന് സഹായിക്ക്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഫ്രാങ്ക്ലിനെ, ഞാനും സഹായിക്കാം. ഓക്കെ, ആ മോൺസ്റ്ററിനെ നമ്മൾ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറ്റിയേക്കാണ് കേട്ടാ. അതിൻ്റെ ഇടയിലേ ആ മോൺസ്റ്റർ ചെറുതായിട്ട് എന്നെ കടിച്ചു. വലിയ സീനൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കേ നേരെ ജുറാസിക് പാർക്കിൽ പോവാം.
ഇതെന്തത്? എനിക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എടാ മോൺസ്റ്ററെ ഒന്ന് അടങ്ങിയിരിക്കി. അതിനെ ഇളകിയെന്നാ തോന്നണേട്ടാ. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റണില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാം. ഇവിടെ വെച്ച് വണ്ടി ഇടിച്ചാലേ പണിപ്പാളുണ്ടാ. ആ മോൺസ്റ്റർ പുറത്തേക്ക് ചാടും. നമുക്കപ്പോൾ ഇതിനെ സേഫായിട്ട് ജുറാസിക് പാർക്കിൽ എത്തിക്കണം. നമുക്ക് നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമ്മളങ്ങനെ ജുറാസിക് പാർക്കിൽ വന്നേക്കാണ് കേട്ടാ. വണ്ടി തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഈ ഗേറ്റ് അങ്ങനെ ഓപ്പൺ ആയിക്കാണ്. നമുക്ക് അകത്തേക്ക് കയറാം. ലെറ്റ്സ് ഗോ. കുറച്ച് ഉള്ളിലേക്ക് പോവാണ്ടാ. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മോൺസ്റ്ററെ ജുറാസിക് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ചാടും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്താം. ഈ സ്ഥലം വലിയ കുഴപ്പമില്ല. അതെ, ഈ മോൺസ്റ്ററിനെ പുറത്തേക്ക് ഇറക്കണ. പുറത്തേക്ക് ഇറക്കിയ പണിപ്പാളും. ഇതെന്തായാലും ജുറാസിക് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ചാടും. പിന്നെ ഇത് നമ്മുടെ സിറ്റിയിലേക്ക് വരും. സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പണിപ്പാളും. ഇവിടെയുള്ള ആൾക്കാരെ കടിച്ച് തിന്നേ. ഇതിനപ്പോൾ വെറുതെ വിട്ടാൽ ശരിയാവില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ ട്രക്കുമ്പളേക്ക് കുറച്ച് സ്റ്റിക്കി ബോംബ് ഇടാം. എന്നിട്ട് ഇതങ്ങ് കത്തിച്ചളയാം. ശരിക്കും ആ മോൺസ്റ്ററിനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ ഓർഡറാ. പക്ഷേ ഞാനതൊന്നും നോക്കണില്ല. നമുക്ക് ഈ ട്രക്ക് അങ്ങ് കത്തിച്ചളയാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ആ ട്രക്ക് കത്തിച്ചളഞ്ഞു. ആ മോൺസ്റ്റർ ഇപ്പോൾ ചത്തുണ്ടാവും ട്ടാ. മോൺസ്റ്റർ ചത്തുണ്ടാവും. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അതിനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. വെറുതെ വിട്ടാൽ പണിയാവുള്ളൂ. അത് ഉറപ്പാ. അതുകൊണ്ട് അതിനെ കൊന്നു ഞാൻ. ഇനിയിപ്പോൾ എനിക്ക് കേസാവോ? എന്താ ഉണ്ടാവാന്ന് നമുക്ക് അന്നേരം നോക്കാം. നമുക്ക് തൽക്കാലേ ഈ ജുറാസിക് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. സോമൻ്റെ ട്രക്ക് പോയിട്ട് അവൻ്റെ ഫാക്ടറിയിൽ നിന്നാ ആ ട്രക്ക് എടുത്തേ. അതിപ്പോൾ കുഴപ്പമില്ല. നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കേ ഇവിടെ നിൽക്കണ്ട. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇറങ്ങടാ വണ്ടിന്ന്. ഇനി മുതൽ ഈ വണ്ടിയെ എൻ്റെ സ്വന്താ. എന്നാൽ പിന്നെ ശരിയപ്പോ ഗൈസ്. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഈ വണ്ടിയുടെ കാര്യത്തിലും തീരുമാനമായി. എൻ്റെ അമ്മച്ചേ.